നമസ്കാരം. എൻ്റെ പേര് പങ്കജാക്ഷൻ MK. ഞാൻ അയ്യങ്കുഴി ജനകീയ സമിതി സെക്രട്ടറിയാണ്. വളരെയേറെ ദുഃഖത്തോടെയും വളരെയേറെ പ്രയാസത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ 27-ാം തീയതി HOC എന്ന ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ എന്ന കമ്പനിയിൽ നിന്ന് രാത്രി ഒരു 7-ഓടുകൂടി മാരകമായ വിഷപ്പുക അയ്യങ്കുഴി പ്രദേശത്ത് വ്യാപിക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള ആളുകൾക്ക് ഛർദിയും തലവേദനയും ചുമയും ഒക്കെ ഉണ്ടായി. ശ്വാസകോശ രോഗങ്ങളുള്ള ആൾക്കാരുടെ ശ്വാസം മുട്ടാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ആ കമ്പനിയുടെ അതിരയിൽ താമസിക്കുന്ന ആളാണ് ഞാൻ. HOC കമ്പനിയിൽ നിന്ന് വളരെ ടോക്സിക് ഫ്യൂം ഞങ്ങളുടെ പ്രദേശത്തേക്ക്, താഴ്ന്ന പ്രദേശമായ 4 മതിൽക്കെട്ടിനുള്ളിലേക്ക് പ്രവഹിക്കുകയും അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് എൻ്റെ വീട്ടിലാണ് ആദ്യം വന്നത്. എൻ്റെ പ്രദേശം താഴ്ന്ന പ്രദേശമായതുകൊണ്ടും ആ പ്രദേശത്ത് സസ്യലതാദികളും മരങ്ങളും ഒക്കെ ഈ കമ്പനിയുടെ കാട് പിടിച്ച സ്ഥലത്ത് കിടക്കുന്നതുകൊണ്ടും മലിനീകരണം ഉള്ള പ്രദേശമാണ്. അവിടെ മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന സ്ഥലം കൂടിയാണ്. ഇപ്പൊ സാമൂഹ്യ വിരുദ്ധ ശല്യം കൂടിയാണ്. ഈ അടുത്തിടയ്ക്ക് കഞ്ചാവും കൂടി അവിടുന്ന് പിടികൂടി എന്നാണ് റിപ്പോർട്ട് വന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ആ വിഷദ്രാവകം അല്ലെങ്കിൽ വിഷവാതക ചോർച്ച ഉണ്ടായപ്പോൾ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, ശ്വാസം കിട്ടാതെ വിടുകയായിരുന്നു. ഞാനൊരു ബൈപ്പാസ് രോഗം കൂടി ഒരു 6-7 മാസം മുമ്പ് ബൈപ്പാസ് നടത്തി. DMO സഹിതം അവിടെ വന്നിട്ട് മെഡിക്കൽ ക്യാമ്പൊക്കെ നടത്തി പ്രദേശത്ത് താമസിക്കാൻ പാടില്ല എന്ന് പറയുകയും അവിടെ നിന്ന് 10-49 പേര് രോഗബാധിതരെന്ന് പറയുകയും ചെയ്തുള്ള കാര്യം മാധ്യമങ്ങളും പത്രങ്ങളും കൂടെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഈ അടുത്തടുത്ത സംഭവത്തിൽ വലിയ പ്രശ്നങ്ങളായി. ഈ പ്രശ്നങ്ങളായപ്പോൾ ഞങ്ങൾക്ക് എങ്ങോട്ട് ഓടും? ഞാനൊക്കെ ശ്വാസം കിട്ടാതെ പിടയുക. റോഡിലേക്ക് ആകെ ഒരു റോഡുള്ളൂ, അത് വടക്കോട്ടോടോ തെക്കോട്ടോടുവോ. ഞങ്ങൾ പിന്നെ മതിലാ ചുറ്റും. ഈ നിസ്സഹായ അവസ്ഥയിൽ ഞാൻ തളർന്നു വീഴുകയും പിന്നീട് ഞാൻ HOC കവലയിലേക്ക് ഒരു നാട്ടുകാരോടൊക്കെ പറയും. അങ്ങനെ HOC ജംഗ്ഷനിൽ വന്ന് അവിടെ കിടന്ന് ഞങ്ങൾ വളരെ ആവശ്യമായിട്ട് കിടന്നിട്ട് പോലും, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പോലും അവര് രാത്രി 12 മണിയായിട്ടുള്ള കമ്പനിക്കാർ ഒരു ആംബുലൻസ് വിടുകയോ പൊതുപ്രവർത്തകരാരും തന്നെ വരികയോ പഞ്ചായത്തോ ഇതിനെ കൺസേൺഡ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അന്വേഷിക്കുക പോലും ചെയ്തില്ല. വളരെ രൂക്ഷമായ വളരെ ബുദ്ധിമുട്ടായ സ്ഥിതിക്ക് ഞാൻ അവിടെ കിടന്ന് ശ്വാസം വലിക്കുന്നത് കണ്ടപ്പോൾ പോലീസാണ് അവിടെ ഓടിയെത്തിയത്. പോലീസ് രാത്രി 12-1 മണിയോട് കൂടി വന്ന് അവിടെ നിന്ന് മാറണം, ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ്, ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങൾ ഇവിടുന്ന് മരിക്കാൻ തയ്യാറാണ്, ഇവിടെ കിടന്ന് മരിക്കാൻ തയ്യാറാണ് ഞങ്ങളെന്ന് ആവശ്യപ്പെട്ടു. മാത്രമല്ല, ഐ ബിലോങ് ടു SC കുടുംബങ്ങളിലെ ആളുകൾ, അവിടെ 5-8 കുടുംബങ്ങളുണ്ട്. അവരൊക്കെ നിവൃത്തിയില്ലാത്ത കാരണം അവിടുന്ന് കുടിയൊഴിഞ്ഞു പോയി. 22,000 12,000 ഒക്കെ രൂപ കൊടുത്ത് പലരും പല സ്ഥലങ്ങളിൽ താമസിക്കും. എൻ്റെ കുടുംബം, എൻ്റെ സഹോദരന്മാരുൾപ്പെടെ, എൻ്റെ അമ്മ ഉൾപ്പെടെ മറ്റു സ്ഥലങ്ങളിൽ വർഷങ്ങളായിട്ട് പോയി. ഈ രോഗം വന്നത് കാരണം അവർ സ്വന്തം വീടും നാടും പ്രദേശവും ഉപേക്ഷിച്ച് താമസിക്കും. ഞാൻ മാത്രമല്ല, ഞങ്ങൾ കുടുംബം മറ്റു പലരും. ഇപ്പം നിലവിൽ 22 കുടുംബക്കാർ പുറത്തു പോയിരിക്കുക. അതിൽ ഏറ്റവും കഴിവില്ലാത്തവരും ഏറ്റവും 2.5 സെന്റ് ഭൂമി കിടക്കുന്ന SC വിഭാഗത്തിലാണ് ഞാനൊക്കെ. അപ്പൊ എനിക്കൊക്കെ പ്രത്യേക പരിരക്ഷ തരേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഭരണഘടനാപരമായിട്ട്. ആ പരിരക്ഷ പോലും ഇവർ തന്നില്ല. ഞാൻ ജനകീയ സമിതി പ്രസിഡന്റ് സെക്രട്ടറി എന്ന നിലയ്ക്ക് പോട്ടെ, അല്ലാതെ എനിക്കൊരു പരിരക്ഷയെങ്കിലും ഈ ഞങ്ങളുടെ വിഭാഗങ്ങളിൽ തന്നുകൂടെ? ഞാനിവിടെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കില്ല, എല്ലാവർക്കും ബാധിക്കുന്ന കാര്യം തന്നെയാണെങ്കിലും ഞങ്ങളുടെ പരിരക്ഷ സർക്കാരിനെ ഏറ്റെടുത്തുകൂടെ? എല്ലാവരും പരിരക്ഷ ഏറ്റെടുക്കുന്ന ഒപ്പം തന്നെ സീരിയസ് ആയ ഞങ്ങളുടെ കാര്യം. അപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് പോലും ഒരു ഭരണവർഗക്കാരോ ഒരു അധികാരി വർഗമോ മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് വന്നില്ല. അപ്പോൾ വലിയ പ്രശ്നങ്ങളായി. പിന്നീട് പോലീസ് ആംബുലൻസിൽ എന്നെ തീവ്ര പരിചരണത്തോടു കൂടി ഇവിടെ ഓക്സിജൻ സിലിണ്ടർ സഹിതം എന്നെയൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ നേരെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്തു. മെഡിക്കൽ ടെസ്റ്റ് ചെന്നപ്പോൾ എന്താ സംഭവം ഉണ്ടായ, അവർ നേരെ ICU കയറ്റി. എനിക്ക് ശ്വാസം മുട്ടിയിട്ട് പാടില്ല, എനിക്ക് ഓക്സിജൻ സിലിണ്ടർ അടക്കം സെറ്റ് ചെയ്യുക ചെയ്തു. അവസാനം വളരെ കഷ്ടപ്പെട്ട് നിരവധി മരുന്നുകൾ കയറ്റി വളരെ ബുദ്ധിമുട്ടായി 5-6 ദിവസം അവിടെ കിടക്കുകയുണ്ടായി. ഭീമമായ സംഖ്യ കൊടുത്ത് അവിടെ നിന്ന് ഇറക്കി പോരേണ്ടി വന്നു. ഈ കമ്പനി ഇങ്ങനെയൊരു ഡിസാസ്റ്റർ, ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഈ വിഷയത്തെ ഇടപെട്ടുകൊണ്ട് ഈ ആളുകൾക്ക് ചികിത്സയെങ്കിലും കൊടുക്കണ്ടേ? ആ ഒരു മര്യാദ പോലും ഇവിടുത്തെ കമ്പനിക്കാർ കാണിച്ചില്ല. ഈ പ്രദേശത്ത് 4 കഷ്ണമാക്കി, വാർഡിന് 4 കഷ്ണമാക്കി ഞങ്ങളെയൊക്കെ കഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നീങ്ങിയപ്പോൾ ആരും ചോദിക്കാനുണ്ടായില്ല.
വികസനത്തിന്റെ പേര് പറഞ്ഞ പലരും ആ പ്രദേശത്തെ ആളുകളെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ ശ്രമിച്ച പഞ്ചായത്തും ഭരണാധികാരി വർഗങ്ങളും ഒക്കെ തന്നെ. എന്നിട്ട് കമ്പനിക്ക് കോടിക്കണക്കിന് രൂപ പഞ്ചായത്തിന്റെ വാങ്ങി, CSR ഫണ്ട് വാങ്ങി ഇവർക്ക് വേണ്ടപ്പെട്ട വാർഡുകളിലൊക്കെ വിതരണം നടത്തുകയാണ്. കമ്പനി കേസിൽ നിന്ന് മാറണം, അല്ല സർക്കാർ ഈ കേസിൽ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടപ്പോ സർക്കാർ എഗ്രിമെന്റ് വെച്ചതാ കളക്ടറേറ്റ്. ആ എഗ്രിമെന്റ് നടപ്പാക്കിയില്ല. കോടതി വരെ തെറ്റിദ്ധരിപ്പിച്ചു. നിരവധി ടെസ്റ്റുകൾ നടത്തി, പരീക്ഷണങ്ങൾ, അതിലൊക്കെ ഞങ്ങളെ പരാജയപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പറയുന്നു സർക്കാർ കാശില്ലെന്ന്. ഇപ്പോ കോടതിയിൽ കേസ് നടക്കുക. എന്ത് കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ 11-ാം തീയതി കേസ് കഴിഞ്ഞ മാസം മാറ്റിവെച്ചപ്പോൾ നീതിമാനായ ജഡ്ജി പറഞ്ഞത് ഈ 11-ാം തീയതി വരെ ഈ പാവങ്ങള് അയ്യങ്കുഴി ജീവിച്ചിരിക്കുവോ, ജൂലൈ 11-ാം തീയതി വരെ ജീവിച്ചിരിക്കുവോ എന്നൊരു കമന്റും കൂടി കോടതി വിട്ടു എന്നുള്ളതാണ്. ഏതായാലും സംഭവിച്ചു. ഗ്യാസ് ചോർച്ചയുടെ ഞങ്ങളുടെ വീഡിയോ സഹിതം പത്രക്കാരും മാധ്യമങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോ സഹിതമുണ്ട്. ഇപ്പൊ കമ്പനി പറയുന്ന കമ്പനിയുടെ അല്ലെന്ന്, HOC പറയാം HOC അല്ലെന്ന്. ഇനി എവിടെ തന്നെ ഞങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളും വീഡിയോ ഒക്കെ നോക്കി അറിയാൻ പറ്റില്ല കള്ളത്തറ പറയണെന്ന്. അപ്പൊ ഈ കമ്പനി പറയുന്നത് അവരുടെ അല്ല. പിന്നെ എവിടെ തന്നെ അവർ പറഞ്ഞ റിഫൈനറിയുടെ നിന്ന് പുക വരും, PDDP എന്ന് പുക വരുന്നെങ്കിൽ HOCയുടെ കമ്പനിയിൽ വന്ന് ഞങ്ങളുടെ ഭാഗത്ത് വേണ്ടി പറയണ്ടേ? HOC പറയണ്ടേ? എന്തുകൊണ്ട് പറയുന്നില്ല? ഒരുപക്ഷെ അവർ NC-യോട് സമ്മതിക്കുമായിരിക്കാം, പക്ഷെ പരസ്യമായിട്ട് സമ്മതിക്കില്ല. ഇത് തെളിയിക്കപ്പെടേണ്ട ആരാ? കമ്പനിക്കാരാണോ തെളിയിക്കേണ്ടത്? ഇവിടുത്തെ ഭരണാധികാരി വർഗങ്ങളായ പഞ്ചായത്തും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും കലക്ടറും കേരള സർക്കാരല്ലേ ചെയ്യേണ്ടത്. ഇവർക്ക് വേണ്ടി വിടുപടി ചെയ്യല്ലേ ചെയ്തോട്ടുള്ളത്, ഈ പാവങ്ങൾ അയ്യങ്കുഴിക്കാരെ വെച്ചിട്ട്. അപ്പൊ ഈ ഒറ്റ പ്രശ്നത്തോട് ഭീമമായ സംഖ്യ ഞാൻ കൊടുത്തിപ്പോഴും ഇറങ്ങി 2 ദിവസമേ ഉള്ളൂ. ഞാൻ ഈ പുറത്തിറങ്ങി വന്നിട്ട് ഞാനിപ്പോഴും എൻ്റെ അനിയന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുക. എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഞാൻ ഒരു കാര്യം കൂടി ആവശ്യപ്പെടുന്നു. SC പെട്ട ആളുകൾക്ക് ആർക്കൊക്കെ എന്തൊക്കെ പറ്റിയുണ്ടോ അവരെ സീരിയസ് ആയ ഉടനെ അവിടെ മാറ്റണം. ഈ പ്രശ്നമായിട്ട്, ഈ ദാരുണമായ സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രിയായിട്ട് അതിന്റെ ചെലവുകൾ വഹിക്കണം. ആര് വഹിക്കണം? കമ്പനി വഹിക്കണം. കൺസേൺ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഈ കാര്യത്തിൽ നടപടിയെടുക്കണം. പഞ്ചായത്തും പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊക്കെ. ഒപ്പം നാട്ടുകാരിൽ ഏറ്റവും സുഖമില്ലാത്ത ആളുകളെ, ഏറ്റവും ബുദ്ധിമുട്ടായ ആളുകളെ, ഇപ്പോഴും ശ്വാസം മുട്ടി കിടക്കുന്ന ശ്വാസകോശ രോഗികളും ക്യാൻസർ രോഗികളും കിടക്കുക, എന്റെ സഹോദരി അടക്കം ക്യാൻസറായിട്ട് അവിടെ കിടക്കുക, അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും. അതിന് മാറ്റിയില്ലെങ്കിൽ ശക്തമായ പോരാട്ടമായിട്ട് മുന്നോട്ട് വരും. ജനങ്ങളുടെ ഒപ്പം നിന്ന് അണിനിരത്തി ഒരു മരണം വരെ പോരാടും. ഇത് വെറുമ്പാക്കല്ല. ഞങ്ങൾ നിരന്തരമായിട്ട് പോരാട്ടത്തിൽ, സമരങ്ങളിലൂടെയായിരുന്നു, നിയമ പോരാട്ടത്തിലായിരുന്നു. ഇവിടുത്തെ അധികാരിമാർക്ക് എന്താ കണ്ണു തുറക്കാത്തത്? ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാ മാധ്യമങ്ങളും, എല്ലാ പത്രങ്ങളും, എല്ലാ ആളുകളും ഈ കാര്യത്തിൽ ഒരു ഏകോപനം ഉണ്ടായിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ കൂടുതൽ പറയാനുള്ളത്. മാത്രമല്ല, ഇനിയും ഇടുങ്ങിയ റോഡാണ് അങ്ങോട്ടുള്ളത്. HOC കവലിന്റെ 6 മണി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. 1 കിലോമീറ്ററോളം ഇടുങ്ങിയ റോഡ്. പിന്നെ പഞ്ചായത്ത് തോടടച്ചു കിട്ടിയിരിക്കുക. ഞങ്ങളുടെ പൊതുത്തോടടച്ച് മലിനമാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് ഏക്കർ അവിടെ പാടശേഖരം മലിനമാക്കിക്കൊണ്ടിരിക്കുക. ഇതിനൊന്നും ഒരു മറുപടിയില്ല ആരെങ്കിലും. അയ്യങ്കുഴി ജനത എന്ന് പറയുന്ന അടിമകളാണോ? എല്ലാവരും അടിമകളല്ല എന്ന് ഓർത്തു. എല്ലാവർക്കും ഇതൊരു പക്ഷെ പ്രതികരിക്കാൻ കഴിയില്ലായിരിക്കും. ആർജവമുള്ള, തന്റെ ഇടമുള്ള ഒരു കുഞ്ഞെങ്കിലും ഉണ്ടോ അയ്യങ്കുഴി പ്രതികരിക്കാൻ? അയ്യങ്കുഴി ജനകീയ സമിതിയുടെ സെക്രട്ടറി എന്ന ഞാൻ പറയുന്നു, ഈ സമരം അന്തിമ വിജയം കണ്ടേ പിന്മാറൂ. പ്രയോറിറ്റിയുള്ള അയ്യങ്കുഴിയിൽ 40 കൊല്ലമായിട്ട് ഒറ്റപ്പെടുത്തിയിരിക്കുന്ന അയ്യങ്കുഴിയുടെ പ്രശ്നം പരിഹരിച്ചേ മതിയാവൂ. ബഹുമാനത്തോടെ പറയുന്നു, ആദരവോടെ പറയുകയാണ്. ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ട അധികാരി വർഗം അകത്ത് കയറി നനങ്ങാപ്പാറ സ്വീകരിച്ച് കമ്പനിയുടെ ഒപ്പം നിന്ന് ഞങ്ങളെ കൊന്നൊടുക്കാനാണെങ്കിൽ ഒരിക്കലും അത് വരെ പോവില്ല എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. മരണം വരെ പോരാടും. അതുകൊണ്ട് ഈ വരുന്ന 10-ാം തീയതി ഞങ്ങൾ സംഘടിപ്പിക്കാൻ പോകുന്ന പരിപാടി MP അടക്കം പങ്കെടുക്കുന്ന പരിപാടിയാണ്. ആ പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവരും, പത്രക്കാരും മാധ്യമങ്ങളും ഒക്കെ വന്ന്
ഈ വിഷയത്തിൽ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ നിസ്സഹായാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.